നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 21 സ്വാഗതം. ശ്രീകൃഷ്ണന്റെ 3-ാം വയസ്സിൽ ഒരു ദിവസം യശോദ ഉറക്കമുണർന്ന് ദേഹശുദ്ധി വരുത്തി വെൺപട്ടുടുത്ത് നിത്യാഭരണങ്ങളും അണിഞ്ഞു. അന്ന് ജോലി തിരക്കുള്ള ദിവസമായിരുന്നതിനാൽ ദാസിമാർക്കെല്ലാം ഓരോ വേല കൊടുത്തിട്ട് താൻ തന്നെ തയ്യർ കടയുവാൻ ആരംഭിച്ചു. സദാ കൃഷ്ണസ്മരണയോടുകൂടിയ വ്രജവാസികൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശ്രീകൃഷ്ണ കീർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. മാതാവായ യശോദയാണെങ്കിൽ പറയേണ്ടതും ഇല്ല. പുത്രന്റെ ഓരോ ലീലകളെ ഓർത്തോർത്ത് ആർദ്രഹൃദയത്തോടുകൂടി പ്രേമമധുരമായി ഗാനം ചെയ്തുകൊണ്ട് മഥനം തുടങ്ങി. അല്പസമയം കഴിഞ്ഞ് കണ്ണനുണ്ണി ഉണർന്നു. തൈര് കടഞ്ഞുകൊണ്ടിരുന്ന മാതാവിന്റെ അന്യൂന ശോഭയെ കണ്ണാനന്ദിച്ചുകൊണ്ട് മെല്ലെ അടുത്തു ചെന്ന് മടിയിൽ കയറി ഇരുന്നു. അപ്പോൾ അടുപ്പിൽ വെച്ചിരുന്ന പാൽ തിളച്ചു പൊങ്ങുന്ന ശബ്ദം കേട്ട് യശോദ പെട്ടെന്ന് എഴുന്നേറ്റു പോകാൻ ഭാവിച്ചു. കണ്ണനാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല. മകനെ ബലമായി തറയിലിരുത്തിയിട്ട് യശോദ എഴുന്നേറ്റു പോയി. കണ്ണന് അതൊട്ടും പിടിച്ചില്ല. ദേഷ്യം വന്നു. വാസ്തവത്തിൽ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അമ്മയോട് പക വീട്ടാനായി കടകോൽ കൊണ്ട് തൈര് കലത്തിലേക്ക് ഒരടി കൊടുത്തു. കലം തവിട് പൊടിയായി. തൈരും വെണ്ണയും നിലത്തെല്ലാം വ്യാപിച്ചു. അമ്മ ശകാരിക്കുമോ എന്ന് സർവാഭയപ്രദന് പേടിയായി. തലേന്നാളത്തെ വെണ്ണയും കൈക്കലാക്കിക്കൊണ്ട് ഓടി ഉരൽപുരയിൽ പോയി ഉരലിന്റെ മുകളിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ചുറ്റും വന്നു കൂടിയ പൂച്ചകൾക്കും കുരങ്ങന്മാർക്കും വെണ്ണ ഭാഗിച്ചു കൊടുത്ത് താനും തിന്നുകൊണ്ട് അമ്മ വരുന്നോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. പാൽ ഇറക്കി വെച്ചിട്ട് യശോദ വന്നു നോക്കിയപ്പോൾ തൈര് കലം ഉടഞ്ഞു കിടക്കുന്നു. കണ്ണനെ കാണാനുമില്ല. യശോദ തേടി കണ്ടുപിടിച്ച് കണ്ണന്റെ പ്രവൃത്തി കണ്ട് മന്ദഹസിച്ചു നിന്നു. കണ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ വടിയുമായി നിൽക്കുന്നത് കണ്ടു. അമ്മ തല്ലുമെന്ന് പേടിച്ച് സർവേശ്വരൻ പെട്ടെന്ന് ഉരലിൽ നിന്ന് ചാടി ഓട്ടം തുടങ്ങി. പിടിച്ചേ അടങ്ങൂ എന്ന ഭാവത്തിൽ യശോദയും പിറകെ ഓടി. അമ്മയെ വെട്ടിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി. തന്റെ സ്ഥൂല ശരീരവും വലിച്ചുകൊണ്ട് പിന്തുടർന്ന യശോദ തളർന്നുപോയി. വിയർത്തൊലിച്ച് കേശഭാരം കൈകൊണ്ട് താങ്ങി ഒരിടത്ത് ഇരിപ്പായി. ഇത് കണ്ടപ്പോൾ ഭക്തപരായണൻ കരുണാപരവശനായി. അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് സങ്കൽപ്പിച്ച് നിന്നു. ഉടനെ യശോദ ചെന്ന് കണ്ണനെ പിടികൂടി. ചിരകാലം കഠിനതപസ് അനുഷ്ഠിച്ച പരിശുദ്ധ യോഗികൾക്ക് ഹൃദയത്തിൽ കാണാൻ പോലും കഴിയാത്ത സച്ചിദാനന്ദ വസ്തുവിനെ അബലയായ യശോദയ്ക്ക് പിടിക്കാൻ കഴിഞ്ഞു. അഹോ ഭക്തി മഹിമ! അമ്മയുടെ കയ്യിൽ വടിയിരിക്കുന്നത് ഭഗവാൻ കണ്ടു. ഇനിയിപ്പോൾ തല്ലുമല്ലോ. അതിനെന്തെങ്കിലും സൂത്രം ചെയ്യണം. കരഞ്ഞാൽ അമ്മ തല്ലുകയില്ല. അതിനെന്താണ് പ്രയാസം എന്ന് ചിന്തിച്ച് തൃക്കണ്ണുകൾ രണ്ടും നല്ലവണ്ണം തിരുമ്പി. കൺമഷി കണ്ണാസകലം വ്യാപിച്ചു. കുടുകുടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഉറക്കെ കരഞ്ഞു. പുത്രവത്സലയായ യശോദയ്ക്ക് സഹിച്ചില്ല. വടി ദൂരെ എറിഞ്ഞു. എങ്കിലും ഇവനെ അങ്ങനെ വിടാൻ പാടില്ല. പിടിച്ച് കെട്ടിക്കളയാമെന്ന് നിശ്ചയിച്ചു. പുത്രന്റെ അമാനുഷ വൈഭവങ്ങൾ പലപ്പോഴും കണ്ടറിവുള്ളവളാണെങ്കിലും തൽക്കാലത്തേക്ക് മറന്നുപോയി. ഒരു കയറെടുത്ത് ഉരലിൽ കെട്ടിയിടാൻ തുടങ്ങി. യാതൊരുവന് ഉള്ളും പുറവും മുൻഭാഗവും പിൻഭാഗവും മുൻകാലവും പിൻകാലവും ഇല്ലയോ? ആരാണോ ലോകത്തിന്റെ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത്, ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് പിന്നും മുൻപും നാശത്തിനു ശേഷവും ഇരിക്കുന്നത്, ലോകരൂപമായി ഇരിക്കുന്നത്, ആ ഭഗവാനെയായിരുന്നു പ്രാകൃത ബാലനെ എന്ന പോലെ യശോദ കെട്ടിയിടാൻ തുടങ്ങിയത്. കെട്ടാൻ നോക്കിയപ്പോൾ കയറിന് 2 അങ്കുലം നീളം പോരാതെ കണ്ടു. ഒരു കയർ കൂടി കൂട്ടിച്ചേർത്തു. എന്നിട്ടും 2 അങ്കുലം കുറഞ്ഞു കണ്ടു. ഇതെന്തത്ഭുതം! ഉണ്ണിയുടെ ശരീരം ഒട്ടും വലുതാകുന്നുമില്ല. ഏതായാലും മുറയ്ക്ക് കയർ കൂട്ടിച്ചേർത്ത് പരീക്ഷിച്ചു നോക്കി. എന്തിന്? വീട്ടിലുള്ള കയറെല്ലാം ചേർത്തിട്ടും ഉണ്ണിക്കണ്ണനെ കെട്ടിയിടാൻ തികഞ്ഞില്ല. അപ്പോഴേക്കും ഗോപികളെല്ലാം ചുറ്റും വന്നുകൂടി ചിരി തുടങ്ങി. ഇങ്ങനെ വരാൻ കാരണമെന്തെന്നറിയാതെ ലജ്ജിതയായ ദേവി ശരീരം വിയർത്തൊലിച്ച് കേശഭാരം അഴിഞ്ഞു വീണ് നിന്നുപോയി.
ജനനിയുടെ ദയനീയാവസ്ഥ കണ്ട് സർവസന്താപനാശകന് കാരുണ്യം തോന്നി ഒന്ന് കടാക്ഷിച്ചു. അപ്പോൾ ഒന്നുകൂടി പരീക്ഷിച്ചു നോക്കാമെന്ന് നിശ്ചയിച്ച് ദേവി കയറെടുത്തു ചുറ്റി. അത്ഭുതം! ആദ്യമെടുത്ത കയർ കൊണ്ടുതന്നെ കെട്ടാൻ കഴിഞ്ഞു. നിത്യമുക്തനും ആശ്രിതരുടെ ബന്ധനം തീർക്കുന്നവനുമായ മുകുന്ദൻ ബന്ധനസ്ഥൻ എന്ന പോലെ കാണപ്പെട്ടു. നിന്തിരുവടിയുടെ അനന്തനാമങ്ങളോടുകൂടി ദാമോദരൻ എന്ന ഒരു തിരുനാമം കൂടി ഉണ്ടായി. സർവതന്ത്ര സ്വതന്ത്രനായ പ്രഭു താൻ എത്രത്തോളം ഭൃത്യവശ്യനാണെന്ന് ഇപ്രകാരം സ്പഷ്ടമാക്കി.